വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. മന്ത്രി രാജിവെക്കുന്നതുവരെ അല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാർട്ടി. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വൻ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പ്രസ്ഥാനം തങ്ങളുടെ അടുത്തഘട്ട നീക്കങ്ങൾ വ്യക്തമാക്കിയത്. പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾക്കും അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചകൾക്കുമെതിരെ ഉയരുന്ന ജനരോഷത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം രാജ്യത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് അടയാളപ്പെടുത്തിയത്. നീറ്റ് പരീക്ഷയിലെ പേപ്പർ ചോർച്ചയും CBSE പരീക്ഷകളിലെ മാർക്കിംഗ് ക്രമക്കേടുകളും ഉൾപ്പെടെയുള്ള അതീവ ഗൗരവകരമായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനത്തിലും അനാസ്ഥതയ്ക്കുമെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി ശക്തമായ ജനരോഷമാണ് ഉയർത്തിയത്. ഏകദേശം 6000 മുതൽ 7000-ഓളം ആളുകൾ അണിനിരന്ന ഈ പ്രതിഷേധം സമകാലിക ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒന്നായി മാറുകയാണ്. വിശേഷിച്ചും ജെൻസി തലമുറയെയും ഉന്നത വിദ്യാഭ്യാസത്തെയും തൊഴിലവസരങ്ങളെയും കുറിച്ച് ആശങ്കപ്പെടുന്ന വിദ്യാർത്ഥികളെയും വൻതോതിൽ ആകർഷിക്കാൻ CJPക്ക് കഴിഞ്ഞു എന്നത് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയമായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്ന് ഡൽഹിയിലെത്തിയ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെയാണ് ഈ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയത്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെ ആത്മകഥ കയ്യിലേന്തി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും വഴിവെച്ചിരുന്നു. പ്രതിഷേധക്കാർ തങ്ങളുടെ എതിർപ്പ് പ്രതീകാത്മകമായി അറിയിക്കാൻ കോക്രോച്ച് മാസ്കുകൾ ധരിച്ചാണ് സമരവേദിയിൽ എത്തിയത് എന്നത് ശ്രദ്ധേയമായിരുന്നു. ഭരണകൂടത്തിന്റെ കണ്ണിൽപ്പെടാത്ത അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന വിഷയങ്ങളെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു മാർഗമായി ഈ മാസ്കുകൾ മാറി. ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ എത്തിക്കാനും സർക്കാരിന്റെ മൗനം ഭേദിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യധാരയിൽ ചർച്ചയാക്കാനും ഈ സമരത്തിലൂടെ CJPക്ക് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടുതൽ തീവ്രമാകുമെന്ന സൂചനകളാണ് സമരപന്തലിൽ നിന്ന് ലഭിക്കുന്നത്. CJPയുടെ ആവശ്യങ്ങളും പ്രതിഷേധവും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പരീക്ഷാ നടത്തിപ്പ് സ്വയം ഭരണാവകാശമുള്ള സംവിധാനങ്ങൾക്കാണെന്നും അതിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾക്ക് മന്ത്രിയെ ഉത്തരവാദിയാക്കുന്നത് ശരിയല്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. സർക്കാർ ഒളിച്ചോടില്ല, തെറ്റായ പ്രചരണങ്ങളെ നേരിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും CJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. വിദേശത്തിരുന്ന് ഇന്ത്യൻ യുവത്വത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം റാഞ്ചിയിൽ പറഞ്ഞു. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളാകാം, എന്നാൽ അതിന്റെ മറവിൽ ജനാധിപത്യത്തിന്റെ അന്തസ്സ് കളയാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ഏറെ ശ്രദ്ധേയവും രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളതുമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ CJPയുടെ സമരത്തിൽ നേരിട്ട് പങ്കുചേരാതിരിക്കാനുള്ള തങ്ങളുടെ വ്യക്തമായ കാരണങ്ങൾ നേതൃത്വ തലത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തങ്ങളും സ്വന്തം നിലയ്ക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്താണെന്നും എന്നാൽ CJPയുടെ മറ്റൊരു പ്രക്ഷോഭത്തിൽ കൂട്ടുചേരേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാട്. ഈ വിഷയത്തിൽ തങ്ങളുടേതായ സമരമാർഗങ്ങളും പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുള്ളതിനാൽ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ സമരത്തിൽ ഭാഗമാകുന്നതിനേക്കാൾ സ്വന്തം സംഘടനയുടെ കീഴിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുൻഗണന നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് സമരങ്ങളുടെ ഐക്യത്തെക്കാൾ ഉപരിയായി ഓരോ പാർട്ടിയും തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താനും തങ്ങളുടേതായ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാനും ശ്രമിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചുരുക്കത്തിൽ പൊതുവായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പോലും രാഷ്ട്രീയമായ വിയോജിപ്പുകളും സ്വന്തം നിലയ്ക്കുള്ള പ്രതിഷേധ ശൈലികളും പ്രതിപക്ഷ നിരയിലെ സമവായത്തിന് ഒരു വെല്ലുവിളിയായി തുടരുന്നുവെന്നാണ് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ഷേപഹാസ്യപരമായ ഓൺലൈൻ പ്രസ്ഥാനമായി തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പ്രതിഭാസമായി CJP മാറിയിരിക്കുന്നു. ഇന്റർനെറ്റിലൂടെയുള്ള പ്രചാരണത്തിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയ ഈ പാർട്ടി ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക ശബ്ദമായി മാറിക്കഴിഞ്ഞു. 7 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ഡൽഹിയിൽ നിന്ന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് CJPയുടെ തീരുമാനം. സമരത്തിന്റെ ട്രെയിലർ മാത്രമാണ് കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിൽ കണ്ടതെന്നും വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കൂടുതൽ തീവ്രമാകുമെന്നും പാർട്ടിയുടെ വക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന ഈ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പരീക്ഷകളിലെ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്താൻ കേന്ദ്രം എന്ത് നടപടിയെടുക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ സമരത്തിന്റെ ഭാവി.